കച്ചവടമൊക്കെ ചെയ്യുന്നത് വൈശ്യരുടെ ജോലിയാണ് ഭഗവാൻ പറഞ്ഞേക്കണനുസരിച്ച്. അതിന് ന്യായമായിട്ടുള്ള പ്രതിഫലം മാത്രം വാങ്ങിക്കുക എന്നുകൂടെ, ന്യായമായിട്ടുള്ള ലാഭം മാത്രമാണ് ആഗ്രഹിക്കാൻ പാടുള്ളൂ. ഇന്ന് ന്യായമായിട്ടുള്ള ലാഭമാണോ മേടിക്കണേ? ആണോ? അപ്പോൾ എല്ലാം ഭഗവാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കലികാലത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് പല പല ദോഷങ്ങളും ഈ കലികാലത്തിൽ ഇങ്ങനെ വന്ന് ഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നേരെയാക്കി തരണേ ഭഗവാനിൽ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് പല പല ആപത്തുകളൊക്കെ തട്ടിത്തെറിച്ചൊക്കെ പോകും ഇല്ലേ? കണ്ണി കൊള്ളേണ്ടത് മുരുകത്താക്കും എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടില്ലേ? അതുപോലെയൊക്കെ ആക്കി തരുന്നത് ആരാ? ഭഗവാനാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കഥകളൊക്കെ പറയുമ്പോൾ അവിടെ വന്ന് ഇരുന്ന് ഇതൊക്കെ കേട്ട് അങ്ങനെ കേട്ട് കേട്ട് നമുക്ക് ഭഗവാനോട് അറിയാതെ ഉള്ളിലൊരു പ്രേമം തോന്നും. പ്രണയരചനയാതൃതാംഘ്രിപത്മം സഭവതി ഭാഗവത പ്രധാന ഉക്ത. ആരാണോ ഭഗവാന്റെ പാദങ്ങളെ പ്രേമമാകുന്ന ചരട് കൊണ്ട് ആ ഹൃദയകമലത്തിൽ കെട്ടിയിടുന്നത് അവരാണ് എൻ്റെ ഉത്തമ ഭക്തൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ആ പ്രേമമാകുന്ന ചരട് കൊണ്ട് നമുക്ക് ഭഗവത് പാദങ്ങളെ കെട്ടിയിടാൻ പറ്റണ്ടേ നമ്മുടെ മനസ്സിൽ? അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കേട്ട് 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 കേട്ടാണ് നമുക്കതിന്. വേറെ ആരോടും പ്രേമം തോന്നിയിട്ടൊരു കാര്യമില്ല, ഉണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ മാത്രം ആശ്രയിക്കും, സർവം പരിത്യജ്യ മാമേക ശരണം പറയുക. എല്ലാം ഉപേക്ഷിച്ച് എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈശ്വരനിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ്. എല്ലാം ഒന്നും ഉപേക്ഷിക്കാൻ നമുക്ക് പെട്ടെന്നൊന്നും സാധിക്കില്ല. കുറേശ്ശെ കുറേശ്ശെ വിട്ട് കളയണം. കുറേശ്ശെ ഇങ്ങനെ വിട്ട് 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 സ്വതന്ത്രരാവണം നമ്മൾ. അപ്പോൾ നമുക്ക് ഭജനം ചെയ്യാനൊക്കെ കൂടുതൽ സമയം കിട്ടും. നമ്മൾ നമ്മുടെ തലയിൽ കൂടെ എല്ലാം ഓടണമെന്നൊന്നും അല്ല കേട്ടോ, വെറുതെ തോന്നണം. അതൊക്കെ ഒന്നുമില്ല. നമ്മളില്ലെങ്കിൽ ഇല്ലാത്ത പോലെ നടക്കും ഇല്ലേ? ഒന്നുമില്ല, നമ്മുടെ തലയിൽ കൂടെ ഒന്നുമല്ല ഒന്നും ഓടണേ. എന്താ, ചിന്തിച്ചാലൊരു കുന്തൂല, ചിന്തിച്ചാലൊരു അമ്പൂല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തൂല എന്ന് കേട്ടില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും വലിയ തലവയ്ക്കാനൊന്നും പോകണ്ടാന്നേ. നടക്കണ പോലെയൊക്കെ നടക്കും. പിന്നെ എല്ലാം ഉപേക്ഷിച്ച് പോകാനും നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ കുറേശ്ശെ വിട്ട് കളയണം. നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടേതായിട്ടുള്ള കാര്യത്തിന് നമുക്ക് സമയം കണ്ടെത്തണ്ടേ? എപ്പോഴും കുട്ടികള്, മക്കള്, ഭർത്താവ് ഇത് മാത്രമായിട്ടോ ഒരു അരമണിക്കൂർ നമ്മുടേതായിട്ടുള്ള കാര്യം എന്താ? ഈശ്വരവചനം ചെയ്യുക. അതിനു വേണ്ടി അരമണിക്കൂർ മാറ്റി വെക്കേണ്ട ജീവിതത്തിൽ. അരമണിക്കൂർ, 24 മണിക്കൂറിൽ അരമണിക്കൂറാണ് നമ്മൾ ഭഗവാന് വേണ്ടി മാറ്റിവെക്കാൻ പറയണേ. അതിനു പോലും നമുക്ക് സമയമില്ല. അതാണ് ഇപ്പോഴത്തെ എല്ലാ ദോഷങ്ങൾക്കും കാരണം. അതാണ് ഈശ്വരഭജനം ഇല്ല. കലികാലത്തിലെ ആളുകൾക്ക് നാമസങ്കീർത്തനം മാത്രം മതി എന്ന് ഭഗവാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ചെയ്യാൻ സമയമില്ല, ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? നാളെ കഴിഞ്ഞ് ദശാവതാര ചന്ദനം ചാർത്ത് മാത്രമാണ് കഴിയണമുള്ളൂ. അത് കഴിഞ്ഞാലും എന്നും നടത്തുറക്കും പൂജ ഉണ്ടാവും. എല്ലാ ദിവസവും നിങ്ങൾ വന്നാലാണ് ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുകയുള്ളൂ. അതിൽ നമ്മൾ തന്നെ മുൻകൈയെടുക്കണം. ഭക്തരില്ലാതെ എന്തമ്പലം? പിന്നെ ഉത്സവത്തിനും ഇതിനും മാത്രം. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഒരു ഗാനമേളയാണ് നടക്കണമെങ്കിൽ ഇത്ര ആളാണോ ഇവിടെ ഉണ്ടാവണേ? ആണോ? ഗാനമേളയോ അല്ലെങ്കിൽ എന്താ പറയുക, റിയാലിറ്റി ഷോയോ ഇയാൾ നടക്കണമെങ്കിൽ ഇതൊന്നും അല്ല ആള് ആണോ? അല്ല. ഇപ്പൊ ഗാനമേളയൊന്നും ഇല്ല. ഇപ്പൊ ഗാനമേളയൊന്നും ഇല്ല. പണ്ടത്തെ പോലെ പാട്ട് കേൾക്കാൻ പോയിരുന്ന പാട്ടാണോ കേൾക്കണം നിങ്ങൾ?